മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അയൽക്കൂട്ടത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ താഴ്വാരം റെസിഡൻസ് അസോസിയേഷൻ. താഴ്വാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയുടെ ആസ്ഥാനം ഒരു കുന്നിൻ്റെ മേലെയാണല്ലോ. ആ കുന്നിൻ്റെ മേലെ നിന്ന് കാണാവുന്ന സ്ഥലമാണ് താഴ്വാരം, അല്ലേ? അങ്ങനെയല്ലേ ഈ താഴ്വാരത്തിൻ്റെ ഒരു സങ്കല്പം? താഴ്വാരം റെസിഡൻസ് അസോസിയേഷനിലെ ഏവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ഞാൻ ഈ വേദിയിലേക്ക് താഴ്വാരം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ് രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നു. എൻ്റെ പേര് ചന്ദ്രശേഖരൻ. ഞാൻ ഈ താഴ്വാരം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. എന്താണ് താഴ്വാരം? താഴ്വാരം എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ പുതിയ കുറേ വീടുകൾ വന്നപ്പം ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആ പേരുണ്ടാക്കിയത്. താഴ്വാരം എന്ന് പറയാൻ കാരണം പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുന്നിൻ്റെ മുകളിലുള്ള സ്ഥലമാണ്. അപ്പം കുറച്ചും കൂടി ഒരു മലയാളിയുടെ പേര് വേണം തോന്നിയപ്പോഴാണ് താഴ്വാരം ആക്കിയത്. സൈലന്റ് വാലി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേര് വേണ്ട, ഒരു മലയാളത്തിനോട് സ്നേഹം കൊണ്ടാണ് ഈ താഴ്വാരം എന്നുള്ള പേര് ഞങ്ങൾ സെലക്ട് ചെയ്തത്. നന്നായി. എന്താണ് പറയാനുള്ളത്? പ്രസിഡന്റാണ്. അതെ. എന്താ പേരെന്താ? ആനന്ദൻ പിള്ള എന്ന് വിളിക്കും. എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പൽ MSPHS. അതെ, ശരി. അപ്പൊ എന്താണ് മാഷേ നമ്മുടെ അയൽക്കൂട്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ല അയൽക്കൂട്ടം നല്ല അയൽക്കൂട്ടമാണ്. ഒരു 30ഓളം വീടുകൾ ചേർന്നുള്ള ഒരു അയൽക്കൂട്ടം. വളരെ കുറഞ്ഞ വീടുകളുള്ള വിപുലമായ ഒരു 120 മെമ്പർമാർ ഉള്ള ഒരു അയൽക്കൂട്ടമാണ്. 120 മെമ്പർമാർ, 30 വീടുകൾ. അത്യാവശ്യം നല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട അതെ. താങ്ക് യു. നമ്മളെ ഈ അയൽക്കൂട്ടത്തിൽ ഇന്ന് താഴ്വാരം റെസിഡൻസ് അസോസിയേഷൻ മലപ്പുറം നമ്മുടെ വാചകമേള ആരംഭിക്കാൻ പോവുകയാണ്. മനസ്സാ വാചാ കർമ്മണ നമ്മൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഓരോരുത്തരുടെ അടുത്തു നിന്നും നമുക്ക് അറിയാനുള്ളത്. ഈ താഴ്വാരം റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ നമ്മുടെ ലോക മലയാളികളുടെ പ്രതിനിധികളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവരിൽ നിന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം, ഇവരിൽ നിന്ന് ഒന്ന് ആലോചിക്കാം എത്രമാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതി പുലർത്തിയിട്ടുണ്ട്. എന്താ ചേച്ചി പേരെന്താണ്? ഞാൻ ആശ. ഓക്കെ. അപ്പോൾ ആശജി എന്ത് ചെയ്യുന്നു? ഞാനിവിടെ മലപ്പുറം മുനിസിപ്പൽ കൗൺസിലറാണ്. ഇപ്പം ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. അപ്പോൾ എന്തായാലും എത്രമാത്രം നീതി പുലർത്തി എന്നുള്ളത് ആശിച്ച് പറഞ്ഞാലും ഇവിടെ ഉള്ളവരും കൂടെ ബാക്കി പറഞ്ഞുതരും, അല്ലേ? എത്രമാത്രം നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്താണ്? ഞാൻ നാഷണൽ സേവിങ്സിൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ LICയുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണത്. അപ്പോൾ ഓരോ വീടാന്തരം കയറുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുവാനും അവരുടെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ? നീതി പുലർത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. സ്വന്തം ജീവിതത്തിലും വീട്ടിൽ ഫസ്റ്റ് തന്നെ അച്ഛൻ, അമ്മ, കുട്ടികൾ, നമ്മളെ കുടുംബത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം എത്ര ശതമാനം നീതി പുലർത്തി എന്ന് തോന്നുന്നു? അങ്ങനെ ചോദിച്ചാൽ 100% എന്നുള്ള ചെയ്തു എന്ന പ്രതീക്ഷയിലാണ് പോണത്. പക്ഷേ അത്രമാത്രം എല്ലാവർക്കും കിട്ടിക്കാണില്ല എന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ ഇവിടെ? ഇല്ല, മക്കള് എത്തിയിട്ടില്ല. ഒരാള് ഇൻഫോസിസിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. നന്നായി. അമ്മ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ടെന്നുള്ള മക്കളെടുത്ത് തന്നെ കേൾക്കായിരുന്നു. ഇനി ബാക്കി ജനപ്രതിനിധി ആയതുകൊണ്ട് ബാക്കിയുള്ളവരും കൂടെ പറയട്ടെ, അല്ലേ? അപ്പൊ ഏറെക്കുറെ നീതി പുലർത്തി എന്ന് തന്നെയാണ് സമർത്ഥിക്കുന്നത്. ഇരിക്കാം. ഇനി ആർക്കും എന്താ പറയാനുള്ളത്? ഗിരിജ. ഗിരിജ ചേച്ചി എന്ത് ചെയ്യുന്നു? ഇവിടെ MSK സ്കൂളിലെ ടീച്ചറാണ്. സ്കൂളിലെ ടീച്ചറാണ്. എന്താണ് ഞാൻ ഇപ്പം നമ്മൾ ഒരു അന്വേഷണമാണേ, നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം മനസ്സാ വാചാ കർമ്മണ, മനസ്സുകൊണ്ട്, വാചകം കൊണ്ട്, കർമ്മം കൊണ്ട് ഏതൊക്കെ വിധത്തിൽ നമുക്ക് സ്വന്തം ലൈഫിലെ ജീവിതത്തിൽ എത്രമാത്രം എല്ലാവർക്കും 100% നീതി പുലർത്താനാണ് താല്പര്യം ഉണ്ടാവുക. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ 100% എൻ്റെ ഔദ്യോഗിക രംഗത്താണെങ്കിലും മറ്റു രംഗത്തും കൂടുതലായിട്ട് നീതി പുലർത്തണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ആഗ്രഹം മാത്രമല്ല, അതിനായിട്ടുള്ള ശ്രമം. നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ്. 100% നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ലക്ഷ്യമിട്ടാലും ചിലപ്പോൾ 100% എത്തില്ലല്ലോ. അപ്പൊ 100% എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് യാത്രയിലാണ്, അല്ലേ? ഇനിയും എത്താൻ കിടക്കുന്നേ ഉള്ളൂ. എങ്കിലും നമ്മളെ ഏതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തല്ലോ. ഇപ്പം തന്നെ ഈ ഏജിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ, അല്ലേ?
കരിയറിൻ്റെ ഭാഗ്യമായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ നമുക്ക് നല്ലൊരു രീതിയിൽ 100% അവിടെ 100% നമുക്ക് നീതി പുലർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം അധ്യയന വർഷം പുതുത് ആരംഭിക്കാൻ പോവാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിലൂടെ പിള്ളേർ പാസ്സായതും അതിൻ്റെയൊക്കെ കിട്ടുമ്പം ആ റിസൾട്ടൊക്കെ അറിയുമ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അവർക്കും ടീച്ചറെ കൊണ്ട് എന്തെല്ലാമോ ഗുണങ്ങൾ കിട്ടി കാണണം അല്ലേ? അത് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. അതേ രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ. എത്ര കാലമായിട്ട് ടീച്ചറാണ്? ഞാൻ 86 മുതൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അത് ഔദ്യോഗിക ജീവിതമൊക്കെ നല്ല രീതിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടെ ഞങ്ങളും പ്രാർത്ഥിക്കാം. സന്തോഷം. അപ്പൊ എന്താ മേഘമോളെ പറയാനുള്ളത്? അമ്മ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? അമ്മ നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെ അമ്മ എന്നെ 3 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിലും അമ്മയ്ക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ പേഴ്സണൽ ലൈഫായിട്ടും പ്രൊഫഷണൽ ലൈഫായിട്ടും അമ്മയായിട്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ടീച്ചർ എന്നുള്ള നിലയ്ക്കും അമ്മ കൊള്ളാം ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഹൈസ്കൂളിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തോന്നിയിട്ടുള്ളത് നല്ല രീതിയിൽ അമ്മയ്ക്ക് ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നാണ്. നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല അല്ലേ? ഇപ്പോൾ കാണുന്ന മുഖം പോലെ തന്നെ അല്ലേ? വളരെ സിമ്പിളാണ്. ആണോ? അതെ. സ്വന്തം മകൾ വേറെ ഇവിടെ ഈ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുണ്ടോ? ഉണ്ടായിരിക്കും. ഉണ്ടെങ്കിലൊന്നും അന്വേഷിക്കായിരുന്നു. കൊള്ളാം. അമ്മ വലിയ കുഴപ്പക്കാരിയല്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. മേഘ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് അമ്മേനോടും എല്ലാ കാര്യത്തിനോടും? ഞാനിപ്പോ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു നിലയിൽ എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പഠനത്തോട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടുകാരോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തൊഴിലായിട്ടില്ല, പഠിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ഇനി സമയം കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഒരു നല്ല കുട്ടിയായിട്ട് ഇരിക്കാമെന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ആയിട്ടുണ്ട്. വിശ്വസിക്കുന്നു. വലിയ കുഴപ്പക്കാരിയല്ല, നല്ല കുട്ടിയാണ്, നീതി പുലർത്തിയിട്ടുണ്ട് അല്ലേ? സ്വന്തം അമ്മേനോടും അച്ഛനോടും ഒക്കെ നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവരോട് മാത്രം, അച്ഛൻ, അമ്മ, റിലേറ്റീവ്സ്, പിന്നെ ഫ്രണ്ട്സ്, ആ ഒരു രീതിയിൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കൂടുതലൊരു സന്ദർഭം കിട്ടിയിട്ടില്ല. ഇനി ഒരു സന്ദർഭം ഉണ്ടാക്കുക. ഇവരോട് കൂടെ നീതി പുലർത്താൻ ഇവരൊക്കെ അതവിടെ കുറെ ആൾക്കാർ, സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, താഴ്വാരം റെസിഡൻസ് അസോസിയേഷനൊക്കെ ആയിട്ടുണ്ടല്ലോ. അത്തരം പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഒരു നല്ല ഒരു ജീവിതം ആശംസിക്കുന്നു. ഇരിക്കാം. എൻ്റെ പേര് ബിന്ദു. എന്താ ബിന്ദു ചേച്ചി പറയാനുള്ളത്? +2 ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ടീച്ചർമാരെ കൊണ്ടൊരു കളിയാണല്ലോ ഇവിടെ. ഞാനിപ്പോൾ ഇവർ പറഞ്ഞ പോലെ ആവർത്തിക്കുകയല്ല, പക്ഷേ നമ്മളെ കുടുംബത്തിലായാലും പിന്നെ പ്രൊഫഷണലായാലും നമ്മൾ നീതി പുലർത്തുന്നുണ്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സമൂഹത്തിനോട് എത്ര നീതി പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നല്ലാതെ മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണ്ട രൂപത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള പല കാര്യങ്ങളും വായിക്കുമ്പോഴൊക്കെ നമുക്കതിലേക്കൊന്നും നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് ഒന്നും കൊടുക്കാനാവുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടാറുണ്ട്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ബിന്ദു ചേച്ചിയുടെ കയ്യിൽ? എന്തെങ്കിലും ഒരു ഐഡിയ, എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാം എന്തെങ്കിലും? എന്നുവെച്ചാൽ അപ്പം സമൂഹത്തിൽ തന്നെ പല രീതിയിലും പ്രവർത്തിക്കാം, ഏതൊക്കെ വിധത്തിൽ പല രീതിയിലും പ്രവർത്തിക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിനെയാണ് ഏറ്റവും പ്രധാനമായി നമ്മളൊന്ന് നന്നാക്കി എടുക്കേണ്ടതെന്ന് പറയാം. ഇന്നത്തെ കുട്ടികളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ആകെപ്പാടെ ഒരു തിരക്കിലാണല്ലോ, എന്തിനോ എന്നുള്ള ഒരു ഓടിപ്പാച്ചിലാണ് എല്ലാ രക്ഷിതാക്കളും. അപ്പോൾ അതിനിടയിൽ കുട്ടികൾക്ക് അവരുടേതായ കുറേ പ്രശ്നങ്ങൾ അത് കേൾക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ല. അധ്യാപകരാണെങ്കിൽ ഒരു പരിധി വരെ ചെറിയ ക്ലാസ്സിലെ അധ്യാപകരൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഒരുപാട് ഇടപഴകും. പക്ഷേ ഞങ്ങളൊന്നും അത്ര അധികം കൂടുതലായിട്ട് ഞങ്ങളുടെ സിലബസിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾക്ക് അത്ര കൂടുതലായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകാനൊന്നും അത്ര സമയം കിട്ടില്ല. നമ്മളിപ്പോഴും സ്പെഷ്യൽ ക്ലാസ്സുകളെ കുറിച്ചും കോച്ചിങ്ങുകളെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് പറയുക. അപ്പോൾ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് മുഴുവൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കെപ്പോഴും ഒരു സംശയമായി തോന്നാറുണ്ട്. സമൂഹത്തിനോടും കുറച്ച് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവശേഷിക്കുന്നു അല്ലേ? ഇനി അത് അവശേഷിക്കേണ്ട. നാളെ മുതൽ അതിനൊരു സമയം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിച്ചോളൂ.
എൻ്റെ പേര് മഞ്ജു. ആ, എന്താണ് മഞ്ജുച്ചി? ഞാൻ അധ്യാപികയാണ്. എല്ലാവരും അധ്യാപകരാണ്, കാണുന്നവർ മുഴുവൻ അധ്യാപകരെ. പിന്നെ എന്ത് പറയുന്നു? ജീവിതത്തോടെ ഒരു 80% നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിനോട്? അത് മറ്റുള്ളവരോട് ഞാൻ ചോദിക്കാം. എന്നിട്ട് എങ്ങനെയാണ് 80% നീതി പുലർത്താൻ പറ്റും? 20% ബാക്കി കിടക്കുന്നുണ്ട്. 80% എത്തി, വലിയൊരു കാര്യമാണല്ലോ, വലിയ മോശം പറയാനൊന്നും വയ്യ. പിന്നെ വീട്ടിലാണെങ്കിലും പിന്നെ അച്ഛനമ്മ മകൾ അവരോടൊക്കെ ഇനിയും നീതി പുലർത്താനുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്, സമൂഹത്തിനോടായാലും. പിന്നെ തൊഴിൽ മേഖലയിൽ 100% ശ്രമിക്കാറേ ഉള്ളൂ. അതെന്നാ നമുക്ക് എല്ലാം 100% കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയുന്നു. കാരണം ഇത് കാണുന്നവര് നാളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരും കുട്ടികളും ഒക്കെ ഉണ്ടാവേ. അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല. അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല. ഉള്ളത് ആത്മാർത്ഥമായിട്ട് പ്രസന്റ് ചെയ്യാൻ ഒരു പേടിയുമില്ല. പിന്നെ ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിടുന്നത് ജലക്ഷാമമാണ് ഇവിടെ തന്നെ. അപ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്. കാരണം ഇത്രയും പ്രായമായി ഇതുവരെ ഇപ്പൊ പ്രായം പറയാൻ പാടില്ലല്ലോ. പ്രായമൊക്കെ പറയുമ്പോൾ ലീലയെടുത്തിയൊക്കെ അവിടെ ഇരിക്കണോ? ഇല്ല, ലീലയെടുത്തിയ കാലത്ത് ചെറുപ്പകാലത്തോ ഇപ്പോഴാണ് ലീലയെടുത്തിക്ക് ജലക്ഷാമം എന്നുള്ളൊരു പ്രശ്നം നേരിടുന്നത്. ജലക്ഷാമം എന്നുള്ളൊരു പ്രശ്നം ലീലയെടുത്തിക്ക് ഇപ്പോഴാണ് നേരിടുന്നത്. കാരണം ചെറുപ്പത്തിലോ ഇതുവരെ ഉണ്ടായ സമയത്തോ ലീലയെടുത്തിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പൊതുവെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പൊതുവെ ഇപ്പൊ ഉണ്ടല്ലേ? ഇതുവരെ നമുക്ക് കൂട്ടായിട്ടൊരു പ്രയത്നം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ഈ കുളങ്ങളൊക്കെ കുഴിച്ചും ഇത് എന്താണ് പറയാ, കാവുകള്, കുളങ്ങള്, ഇതൊക്കെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും നിലനിർത്താനുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പം മൂടിയിട്ട് നമ്മൾ വീടുണ്ടാക്കി. കാരണം അതിൻ്റെ ഒരു പ്രശ്നം, അതിൽ നമ്മൾ ഇടപെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാനുള്ള ഒരു ശ്രമത്തിൽ ഇടപെടണം എന്നൊരു മോഹമുണ്ട്. ഒരു കുളമാകണം എന്നാണ് പറയുന്നത്. കുളമാക്കണം എന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് ജലത്തിന് വേണ്ടിയിട്ട് ഒരു കുളം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴും ഉള്ളിലെ ആ ആള് പുറത്ത് ചാടി, അതാണ്ടായത്. ഇപ്പൊ ഏകദേശം കുളമായി കിടക്കുകയാണ് ജലക്ഷാമം കാരണം. രാമചന്ദ്രൻ. രാമചന്ദ്രൻ എന്താ ചെയ്യുന്നത്? ഞാൻ വാട്ടർ അതോറിറ്റിയിലാണ്. ഇയാള് പറഞ്ഞതിന്റെ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിലാണ്. വെള്ളമായി അപ്പൊ ഇയാളൊപ്പം ബാക്കിൽ പറഞ്ഞ ആളൊപ്പം കൂടി കൊടുക്കേണ്ട സ്ഥിതി. അപ്പൊ എന്റെ സ്ഥിതി ബാക്കില് പറഞ്ഞ ആള് എന്തോ ജലക്ഷാമൊക്കെയാണല്ലോ പറഞ്ഞത്. അതിൽ അയാള് പ്രവർത്തിക്കുന്നതിലൊക്കെ കൂടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ജോലി 100% എന്താണ് ഇപ്പൊ ജീവിതത്തില് എത്രമാത്രം നീതി പുലർത്താൻ പറ്റി? 100% ഒന്നും കഴിയുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജലക്ഷാമം ഉണ്ടാവില്ല. വെള്ളത്തിന്റെ ഓഫീസിന്റെ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യ. വീട്ടിലും എല്ലായിടത്തും ഈ 100 എന്ന് പറഞ്ഞ ഒരിക്കലും ഒരു നടക്കാത്ത കാര്യമാണ്. ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 100 ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ജോലിന്റെ കാര്യമാണെങ്കിലും കുറെ ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ 100 അതിലില്ല. പിന്നെ കുടുംബകാര്യങ്ങളിൽ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. നമ്മളെ കാര്യത്തിന് മാക്സിമം അത് 100 എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അതിന്റെ മാക്സിമം നമ്മളെ കുടുംബം കൊളാക്കാതെ നോക്കുക, അതാണ് അതിന്റെ ഇത്. ഭാര്യനെ ആയാലും വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടേണ്ട വാട്ടർ അതോറിറ്റി പറഞ്ഞാല് അതല്ല. വാട്ടർ അതോറിറ്റി പറഞ്ഞാൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോർഡാണ്. അതെ, അതിപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന പുഴയിൽ പോലും വെള്ളമല്ല, എന്നിട്ടും വെള്ളം എത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെയുള്ള സ്ഥിതി എല്ലായിടത്തും പുഴ പറ്റിയതാ. പുഴ ഈ പമ്പ് ഹൗസിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു 2-3 ഏക്കറൊക്കെ വെള്ളം പറ്റിയതാ. അപ്പൊ അതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടിക്കണമെങ്കിൽ 5 മിനിറ്റ് അടിക്കാനുള്ള വെള്ളം കിട്ടുന്നില്ല, ചാലൊക്കെ കയറിയ. അതാണ് ഈ ഇതിന്. ഇപ്പൊ മഴ പെയ്യല്ലാതെ ഒരു മാർഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ എന്താ ചെയ്യാ പറഞ്ഞാൽ, പറ്റുമെങ്കിൽ ഈ പുഴയിലൊക്കെ നല്ല തടയണ ഉണ്ടാക്കുക നല്ലത്. എല്ലായിടത്തും അത്യാവശ്യം ഒരു 2-3 കിലോമീറ്റർ തടയണ ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തട ഇണയാക്കുമല്ലോ നിങ്ങൾ. അല്ല, കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള പെർമനന്റ് ബണ്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴയില ഉണ്ടെങ്കിൽ പറ്റുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ഈ ജലക്ഷാമം കുറയ്ക്കാൻ കഴിയും. ഇപ്പൊ എനിക്ക് ഭാര്യയും പയ്യനും ഉണ്ട്, നല്ലതിൽ പോകുന്നുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. ഇനി ആർക്കും എന്താ പറയാനുള്ളത്? എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അധ്യാപക
അധ്യാപകന്മാരാണല്ലോ ഇവിടെ അധികം ടീച്ചേഴ്സാണ് ഇപ്പോൾ കൂടുതൽ വന്നത്. ഇപ്പം ഞാൻ വീണ്ടും അതിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ് വരുന്നത്. അത് കുഴപ്പമില്ല. പ്രാതിനിധ്യം എന്തിനെ വഹിക്കുന്നു എന്നുള്ളതല്ലോ. അപ്പം മനസ്സ വാച കർമ്മണ ജീവിതത്തോട് എങ്ങനെ നീതി പുലർത്തിയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% നീതി പുലർത്തിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. 100%. പക്ഷെ അത് വിലയിരുത്തേണ്ടത് ഞാനല്ല. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളാണ് ഞാൻ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തുക. നമ്മളങ്ങനെ വിശ്വസിക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇപ്പോൾ വീട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മൾ ചെയ്യുന്നതിനോട് 100% പെർഫെക്ഷൻ വരുത്തി എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. പക്ഷെ അത് വിലയിരുത്തേണ്ടുന്നത് നമ്മളെ പ്രതിദാനം ചെയ്യുന്നവരാണ്. എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത് ആ വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുള്ളൂ എത്രത്തോളം ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞാലും അത് 100% പെർഫെക്റ്റ് ആയി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ പറയും. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ 100% പെർഫെക്റ്റ്, സാറ് പറഞ്ഞ പേര് 100% പെർഫെക്റ്റ് ആവില്ല ഉണ്ടാവില്ല. 100% എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു കാര്യവും 100% പെർഫെക്റ്റ് ആവില്ല എന്നുള്ള കാര്യം കറക്റ്റാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തി ജീവിതത്തിലും സ്കൂൾ ജീവിതത്തിലും എവിടെ എന്ത് മേഖലയിലായിരുന്നാലും നമ്മൾ ചെയ്യുന്നത് ആ മനസ്സോടു കൂടിയായിരിക്കണം. ആവുന്നത് എത്രയാണോ അതാവും. അത്രയാവും. That is my opinion. അന്നാരക്കണ്ണനും തന്നാലായതും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. താങ്ക് യു. നല്ല ഗംഭീരമായി. എൻ്റെ പേര് ബിജു. എന്ത് ചെയ്യുന്നു ബിജുട്ടൻ? ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. മിലിറ്ററിക്കാരനാണ്. അതായത് സിവിൽ സൊസൈറ്റിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഫുൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ മറ്റേ ഞാൻ എന്നിൽ നിന്ന് അവർ എന്താ പ്രതീക്ഷിച്ചോ അതിൽ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്ര അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, ഇവിടെ വരുമ്പോ ഞാനൊരു ഓൾ ഡേ മൂഡിലാണ്. ഞാൻ വരും, ഒരു ഇത് കാണുന്ന മാതിരി. ഇനി ഞാൻ 23-ന് പോകും. 23 വന്നിട്ട് 10-15 ദിവസമായി. അപ്പം ഇവിടെ നമ്മളെ ഈ ഒരു തൊട്ട അയൽപ്പക്കങ്ങളും ഇതൊന്നും ആയിട്ട് കുടുംബമായിട്ട് തന്നെ ഒരു എല്ലാവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നിലേക്കും സിവിലുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനോ അല്ലെങ്കിൽ ഇപ്പോ ഇവരെ ബിന്ദുവച്ചൊക്കെ പറഞ്ഞ മാതിരി അതിനായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല, ചാൻസ് കിട്ടിയില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ എത്രമാത്രം നീതി പുലർത്താൻ പറ്റും എന്നുള്ള ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ അത് ഏത് അളവ് വരേക്ക് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അളവിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ബാലസുബ്രഹ്മണ്യേട്ടൻ? അങ്ങനെ ഒരളവ് വെച്ചിട്ട് നമുക്ക് അതിൽ കയറി പോകാൻ പറ്റൂലല്ലോ. ഇത്ര സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അത് ഞാൻ ഫുൾഫിൽ ആയി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇനിയും പരിശ്രമിക്കല്ലോ എന്തായാലും ചെയ്യണം എന്നാണ്. തീർച്ചയായിട്ടും. ഗോപാലകൃഷ്ണൻ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. എന്താ സാറേ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡാണ്. റിട്ടയർഡാണ്. എന്താണ് റിട്ടയർ ചെയ്ത് ഒക്കെ ISRO എന്നിട്ട് അവിടെയൊക്കെ നീതി പുലർത്തിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്? നീതി പുലർത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നീതി പുലർത്താൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ISRO അതിന് ISRO എവിടെയൊക്കെ? LPSC ലിക്വിഡ് പ്രൊപ്പൽഷൻ. അല്ല, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്തിരുന്നത്? തിരുവനന്തപുരത്ത്. പിന്നെ ബാംഗ്ലൂരിലല്ലേ? ഇല്ല, ബാംഗ്ലൂരുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ഇവിടെയാണോ സ്വദേശം? അതെ, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ എത്രമാത്രം നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്? മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നീതിക്ക് വേണ്ടി നമ്മൾ വല്ലതും സംസാരിച്ചാൽ അതിനെ കീഴ്പ്പെടുത്താനാണെന്ന് ഒരു ന്യൂനപക്ഷമുള്ളത്. അങ്ങനെയുണ്ടല്ലോ ഉണ്ട്. അത്രയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞു. നമ്മൾ നീതിക്ക് വേണ്ടി ആര് ശ്രമിക്കുന്നു അവനെ അടിച്ചു താത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നീതി പുലർത്താണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെ? അതിന്റെ വീഴ്ചകൾ നമുക്ക് വരും. ആ വീഴ്ചകൾ നമുക്ക് വരും. അത് നേരിടാൻ തയ്യാറായിരിക്കണം. ധൈര്യം വേണം. എന്നാൽ മാത്രമേ പ്രവർത്തിയാക്കാൻ കഴിയൂ. നല്ലൊരു കൈ എടുക്കും. പിന്നെ അതിനുള്ള ധൈര്യം വേണം. ആ മനക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് അതിന് നീതിക്ക് വേണ്ടി പൊരുതാൻ കഴിയും. ഏത് കാര്യത്തിലാണ്? സമൂഹത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സ്വാർത്ഥതയ്ക്ക് അടിപ്പെട്ട് പോയി നാട്. എനിക്ക് എന്ന് മാത്രമേ ഇന്ന് കേൾക്കുന്നുള്ളൂ. നമ്മൾക്ക് എന്ന സൗണ്ട് കേൾക്കാനില്ല. ഇത് തന്നെയാണ് സമൂഹത്തിന്റെ ദോഷം. വ്യക്തി എന്നുള്ളതല്ല, സമഷ്ടിയില്ല, സമൂഹമില്ല. വ്യക്തി മാത്രം. വ്യക്തി അധിഷ്ഠിതമാണ് എല്ലാം നേടാൻ ശ്രമിക്കുന്നുള്ളൂ. എനിക്ക് എന്ന ചിന്ത മാത്രം. അതുകൊണ്ട് തന്നെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ കാലത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സമൂഹം. പ്രകൃതി നശിച്ചു. അതെ, കുളങ്ങളുണ്ടായിരുന്നു. മുഴുവൻ ചൂഷണം എന്തിന്? അതെ. അപ്പം ഇനിയും നീതിക്ക് വേണ്ടി ഇനിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും എല്ലാത്തിലും തീർച്ചയായിട്ടും മാക്സിമം പരിശ്രമിക്കും.
എൻ്റെ പേര് ബാലകൃഷ്ണൻ. എന്താ ബാലകൃഷ്ണൻ? മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ ആയതാണ്. മിലിറ്ററി പല പെൻഷൻ വാങ്ങുന്ന ആളാണ്. പല പെൻഷൻ വാങ്ങുന്നുണ്ട്. മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ ആയത്, പിന്നെ കോളേജിലും ഉണ്ടായിരുന്നു കുറേ കാലം. അപ്പോൾ അയോടൊന്നും പെൻഷനായി. അതെ, ശരി. മൾട്ടി പെൻഷനറാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ 100% എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടർക്കേ ഉള്ളൂ. ഒന്ന് മിലിറ്ററിക്കാർക്ക്, രണ്ടാമത് ഡ്രൈവർമാർക്ക്. പട്ടാളക്കാരൻ 100% അല്ലാതെ അവനെ മറ്റൊരു കൂടി ചൊല്ലും. അവൻ്റെ ഡ്യൂട്ടി 100% ആയിരിക്കണം എന്നുള്ള. അല്ലാത്തവരെല്ലാം നമ്മൾ ഈ പറയുന്നത് 100% തന്നെ ഉള്ളൂ. ഡോക്ടർമാർക്ക് 100% ഉണ്ടോ? ഡോക്ടർമാർ ചികിത്സിക്കുന്ന രോഗി എങ്ങനെയും അടുത്ത് റെഫർ ചെയ്യല്ലേ? എന്തിനാ? മിലിറ്ററിക്കാർക്കും ഡ്രൈവർമാർക്കും അവർക്ക് 100% വേണമെന്ന് എൻ്റെ അഭിപ്രായം. തൊഴിലെന്ന് എന്തുകൊണ്ടറിയോ? ഡ്രൈവർ 100% അല്ലാതെ അവൻ്റെ തലയും പോകും. അതെ, അവൻ്റെ ലൈഫ് പോകും. കൂടുതൽ 55 പേരും പോകും. അതുപോലെ മിലിറ്ററിക്കാരന് 100% അല്ലാന്നുണ്ടെങ്കിലേ അവൻ്റെ ജീവിതം പോകും. അവന് മറ്റവനെ കൊന്നില്ലെങ്കിൽ ഇവൻ ചാവും. നല്ലൊരു ആശയാണ്. അതില്ലാണ്ട് പറ്റുമോ? അത് ശരിയാ. അതിനുവേണ്ടി ചെയ്യല്ല, അവർക്ക് ഉണ്ടായിട്ടല്ല. അതെ, പിന്നെയും വേറെ ആർക്കും ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ ബാക്കിയൊക്കെ നമ്മൾ പറയുന്നത് തന്നെ ഉള്ളൂ. സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്ന കളികളാണ് അല്ലേ? എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്. എൻ്റെ പേര് രേഖ എന്നാണ്. പിന്നെ നീതി പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മളല്ല അത് പറയേണ്ടത്, മറ്റുള്ളവരാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത്. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് നീതി പുലർത്തുക, അവർ ജീവിതത്തോട് നീതി പുലർത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സ്വയം നീതി പുലർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊരു അർത്ഥമില്ല. പിന്നെ ജീവിതത്തോടായാലും സമൂഹത്തിനോട് നമുക്ക് അത്രയധികം നീതി പുലർത്താൻ കഴിയും. ഇനി ഒരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ വിദ്യാർത്ഥികളിലൂടെ വരും തലമുറയെ നമുക്ക് നല്ല രീതിയിൽ അവരോട് നല്ല രീതിയിൽ നന്നായി പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹത്തിനോട് നീതി പുലർത്തി എന്ന് പറയാൻ കഴിയും. അപ്പോൾ ജോലി കിട്ടാത്തതുകൊണ്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജീവിതം, അതായത് ഭർത്താവ്, അമ്മ, അച്ഛൻ, മോള്, അവരോടൊക്കെ പരമാവധി നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 4 രംഗത്താണ് എൻ്റെ ജീവിതം. 1 എൻ്റെ പേഴ്സണൽ ലൈഫ്, 2 ഔദ്യോഗിക ജീവിതം, 3 കുടുംബ ജീവിതം. ഇതൊന്നും അല്ലാത്ത എനിക്കൊരു ഫീൽഡുണ്ട്. ഞാനൊരു നാടക പ്രവർത്തകനാണ് ആ രംഗത്ത്. എന്ത് ഞാൻ പറയുന്നില്ല, നിങ്ങളാ പറയേണ്ടത്, ആണോ അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കൂടി വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 100% വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അമീർ കയ്ക്ക് ഈ ഒരു പുഞ്ചിരിയൊക്കെ ആയിട്ട് എന്നും കാണാൻ ഉണ്ടാവട്ടെ. അമീർ ക, ഇനി സമയമുണ്ട്. താങ്ക് യു. എൻ്റെ പേര് പ്രസീജ. ഞാൻ ഹോം മേക്കറാണ്. വീട്ടിലാണ്. അപ്പോൾ എന്താണ് ജീവിതത്തിൽ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ 100% നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പരമാവധി വിജയിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. പക്ഷെ അത് പറയേണ്ടത് മറ്റുള്ളവർ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡിന് രാഷ്ട്രീയമായിട്ട് കുറച്ച് ബന്ധമുള്ളത് കാരണം കുറെ കൂടി സമൂഹത്തിനെ കുറിച്ച് കുറെ കൂടി അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ആവുന്ന വിധത്തിൽ പലരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ആ കിട്ടിയ സഹായം കിട്ടിയവരാണ് പറയേണ്ടത്. എത്രമാത്രം നമുക്ക് അവരുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ട്. മക്കളൊക്കെ 2 പേരാണ്. ഇപ്പൊ ഇവിടെ ഈ സ്ഥലത്തില്ല. ഇല്ല. അപ്പം പരമാവധി നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയും തുടർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. സാധ്യതകളും കൂടെ ഉണ്ടായി തീരട്ടെ. താങ്ക് യു. മനസാ വാചാ കർമ്മണ നീതി പുലർത്താൻ പറ്റിയിരുന്നു എന്നാണ് നമ്മുടെ വാചകമേളയിലെ അന്വേഷണം. ഏറെക്കുറെ ഏവരും നീതി പുലർത്തി എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയും നീതി പുലർത്താനുണ്ടെന്നും ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നും ചിലവരുടെ ബാക്കി നിൽക്കുന്നു. അവർക്ക് അതെല്ലാം നല്ല രീതിയിൽ സമ്പൂർണ്ണമായി തീർക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വാചകമേള ഇവിടെ അവസാനിക്കുന്നു.